ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, പണി വന്നിട്ടുണ്ട്. 8ന്റെ പണി തന്നെ ചിലർക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഉണരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. നമ്മുടെ നാട്ടിൽ സംഘടനയുമായോ സ്ഥാപനങ്ങളുമായോ ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സംഘടനയുടെ സ്ഥാപനത്തിൻ്റെ എന്താണെന്ന് വെച്ചാലും അതിൻ്റെയൊക്കെ പതാക, കൊടി, തോരണം ഇങ്ങനെയുള്ളത് പൊതു സ്ഥലങ്ങളിൽ വെക്കാൻ പാടില്ല. അതിനുള്ള പുതിയ നിർദ്ദേശങ്ങളാണ് വന്നിട്ടുള്ളത്. ഇന്നും വോയിസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. പിന്നെ വെറുതെ പറയാമെന്ന് വിചാരിക്കേണ്ട, അത് നീക്കുന്നതിൻ്റെ ഇടപെടലുകളും നടക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പൊതുനിരത്തിലെ ഫ്ലക്സുകളും പൊടിക്കാലുകളും എല്ലാം നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശം കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അതുപ്രകാരം പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥര് പൊതുസ്ഥലങ്ങളിലെ ഫ്ലക്സുകളും കൊടിക്കാലുകളും എല്ലാം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തെ സമയം തന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഇതെല്ലാം നീക്കം ചെയ്യേണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെയും അതേപോലെ തന്നെ സ്ഥാപനങ്ങളുടെയും ഫ്ലക്സുകൾ പൊതുസ്ഥലത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീക്കാനുള്ളത് ഏതായാലും ഉറപ്പായിക്കണ്. ഇനി നീക്കി തുടങ്ങിയേക്കണ് എന്നുള്ളതും കൂടി നിങ്ങൾ കേട്ടോളി. ഇവിടെ വെച്ചേ ഇതുണ്ടല്ലോ, ഇടക്കറമ്പിൽ വെച്ച നമ്മ വീടിന്റെ പുറത്ത് അത് വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞിരിക്കണം. ഒരു വന്ന് അടിയത്തൊക്കെ ഒഴിവാക്കിക്കണേ. അപ്പൊ പെട്ടെന്ന് മാറ്റണം എന്ന് പറഞ്ഞു. ഇന്ന് കഴിച്ചാണെങ്കിൽ ഇന്ന് മാറ്റണം, അല്ലെങ്കിൽ ഫൈന് വരും എന്ന് പറഞ്ഞു. 3500 സെക്രട്ടറിക്ക് ഫൈന് വരുന്നു. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് മാറ്റിക്കാളുണ്ട്. ഒരു സ്വകാര്യ വ്യക്തിന്റെ തൊടുക്ക് വെക്കാണ്, പൊതു സ്ഥലത്ത് വെക്കരുത്. നമ്മുടെ അടുത്തുള്ളതുകൊണ്ട് എന്നോടാ പറഞ്ഞത്, കാരണം നമ്മളെ വീട് അതിന്റെ അടുത്തായോണ്ട്. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കാം. അപ്പോ കേട്ടല്ലോ, ഇനി ഫൈൻ വരാതെ നോക്കിക്കോളി. അപ്പോൾ അതിൻ്റെ പുറമെ ഇതിൻ്റെ കൂടെ മലയാള മനോരമയിൽ വന്നിട്ടുള്ള ന്യൂസ് കൂടി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. 18 ശേഷം റോഡിൻ്റെ ഭാഗങ്ങളിലും പരസ്യ ബോർഡ് കാണരുത്. റോഡിൽ ബോർഡ് വെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാനാവില്ല എന്നാണ് ന്യൂസ് ഉള്ളത്. അതിലുള്ള വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, ഈ മാസം 18 ശേഷം പൊതു റോഡുകളിലോ നടപ്പാതകളിലോ കൈവരികളിലോ മീഡിയനുകളിലോ ഒരാളുടെയും പേരോ ചിത്രമോ കാണരുതെന്ന തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശം പൊതുപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവർക്കും ബാധകമാക്കണം. പാർട്ടിയുടെയോ സംഘടനയുടെയോ ബോർഡുകളും പാടില്ല. ഒരു പാർട്ടിയുടെയും ഒരു സംഘടനയും ബോർഡ് പാടില്ല. സർക്കാരിൻ്റെയും സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ ഏജൻസികളുടെയും മതസ്ഥാപനങ്ങളുടെയും ബോർഡ്, ബാനർ, പോസ്റ്റർ, കൊടിതോരണം എന്നിവയും ഉണ്ടാകരുത്. ഈ വക ഒരു സ്ഥാപനത്തിൻ്റെയും സർക്കാരിൻ്റെ അടക്കം ഒഴിവാക്കണമെന്നാണ് നിയമമുള്ളത്. 18 ശേഷം ഇവ പൊതു റോഡുകളിലോ പരിസരത്തോ കണ്ടാൽ ബോർഡ് ഒന്നിന് 5000 രൂപ വീതം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിയിൽ നിന്നു പിഴ ഈടാക്കും. അപ്പോൾ അതിൻ്റെ സെക്രട്ടറിമാരായിട്ട് ഉള്ള ആളുകൾക്കായിരിക്കും ഈ പിഴ നേരിട്ട് വരിക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടവരൊക്കെ ശരിക്കും ശ്രദ്ധിച്ചോളിയും. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സർക്കുലർ. ഇത്തരത്തിൽ സ്ഥാപിച്ച ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യുന്നതിനു തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെ സഹായിക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തി നേരത്തെ സർക്കുലർ നൽകിയിരുന്നു. അപ്പം നേരത്തെ തന്നെ പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ട് സർക്കുലർ എത്തിയിട്ടുണ്ട്. പൊതു റോഡിലും റോഡിൻ്റെ ഭാഗമായി വരുന്ന സ്ഥലങ്ങളിലും ബാനറോ ബോർഡോ വെക്കുന്നതിന് അനുമതി നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമില്ലെന്നാണ് പുതിയ സർക്കുലറിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി തദ്ദേശ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളാണ് ഇവിടെ കാണുന്നത്. നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും ബാനറുകളും പോലീസ് സഹായത്തോടെ നീക്കണം. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും എത്ര വീതം നീക്കം ചെയ്തു കേസ്, പിഴ വിവരങ്ങൾ സമാഹരിച്ച് നൽകണം. 18-നകം സംസ്ഥാനത്തെ എല്ലാ റോഡും നടപ്പാതയും മീഡിയനും കൈവരിയും ട്രാഫിക് ഐലൻഡും പോസ്റ്റർ, ബോർഡ്, ബാനർ, കൊടി മുക്തമാക്കണം. എവിടെ ഒരു സാധനം കാണാൻ പാടില്ല എന്ന്. ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കായിരിക്കും. ഇല്ലെങ്കിൽ 5000 രൂപ നിരക്കിൽ പിഴ ഉണ്ടാകും. നീക്കം ചെയ്തവയുടെ എണ്ണം, പിഴ ഉൾപ്പെടെ വിശദാംശങ്ങൾ പ്രിൻസിപ്പൽ ഡയറക്ടർ ഹൈക്കോടതിക്കു നൽകണം. ഇതാണ് പുതിയ കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട
ആരാണിച്ചാലും ഇത് പിഴ വരുന്നതിൻ്റെ മുന്നേ മാറ്റാനുള്ള പരിപാടികളൊക്കെ നോക്കിക്കോളിയും. പിന്നെ ഇതറിയാത്തവരുണ്ട്, ഇപ്പോൾ ഇന്നും വോയിസ് വന്നതാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ കേട്ടത്. അപ്പോൾ അറിയാത്തവർ ദയവ് ചെയ്തിട്ട് അറിയാത്തവർക്ക് ദയവ് ചെയ്തിട്ട് ഇത് എത്തിച്ചു കൊടുക്കുക. നീക്കാത്തതുണ്ട് വെച്ചാൽ കണ്ടിട്ടുണ്ട് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടവരാരാണോ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫൈൻ വന്നു കഴിഞ്ഞാൽ 1 ദിവസം കൂടി നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഫൈന് വരും. അത് നേരെ അതുമായി ബന്ധപ്പെട്ട മുൻനിരയിലുള്ള ആളുകൾക്ക് എത്തുന്നതാണ് എന്ന് കൂടി ഉണർത്തുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കഴിച്ചിലാവുക. അപ്പോൾ അത്രയുള്ളത് നമ്മളെ വീഡിയോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.